ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ടീച്ചേഴ്സ് വേൾഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10th ബയോളജിയിലെ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിന് തുടർച്ചയായി, അതായത് ന്യൂറോണിനെ കുറിച്ചും, അതായത് നാഡീകോശങ്ങളെക്കുറിച്ചും അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, ഇതാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമുക്ക് ന്യൂറോണിനെ കുറിച്ച് നോക്കാം അല്ലേ. എന്താ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ? ന്യൂറോൺ ഓർ നെർവ് സെൽസ് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവ് സിസ്റ്റം. അതായത് നെർവ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാന ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റിന് പറയുന്ന പേരാണ് ന്യൂറോൺ അല്ലേ. അപ്പം നാഡീകോശത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയും, അതാണ് ന്യൂറോൺ. നമ്മളെ ശരീരത്തിൽ ഒരുപാട് ന്യൂറോൺ കാണപ്പെടുന്നുണ്ട് അല്ലേ. നമ്മൾ ബ്രെയിനിലായാലും സ്പൈനൽ കോഡിലായാലും നെർവിലായാലും, അതായത് നമുക്ക് മില്യൺസ് ഓഫ് കാണപ്പെടുന്നുണ്ട്, ന്യൂറോൺ കാണപ്പെടുന്നുണ്ട്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, അത്രയ്ക്ക് ന്യൂറോൺസ് കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ കൂടി ചേർന്നതാണ് ഇത് നമുക്കറിയാം നെർവ് സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം സാധാരണ നമ്മൾ ന്യൂറോൺ എന്ന് പറയുമ്പോൾ നെർവ് സെല്ലല്ലേ. അപ്പോൾ ആ സെല്ലും സാധാരണ സെല്ലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഏകദേശം ലൈക്ക് ഓൾ അതർ സെൽസ്, ദ ന്യൂറോൺസ് ഹാസ് എ സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ദ ന്യൂക്ലിയസ്. അതായത് സാധാരണ ഒരു സെല്ലെടുത്തു കഴിഞ്ഞാൽ, ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ അതിനെന്തൊക്കെയുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട് അല്ലേ. അതേപോലെ സൈറ്റോപ്ലാസം, കോശദ്രവ്യമുണ്ട്. പിന്നെ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, മർമ്മം എന്ന് പറയും ന്യൂക്ലിയസ്. ഇതൊക്കെ സാധാരണ സെല്ലിനുണ്ട്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് സ്ട്രക്ചറിൽ ഡിഫറെൻ്റ് ആണ് ഇത് ന്യൂറോൺ എന്ന് പറഞ്ഞ നെർവ് സെൽസ്. നമുക്കതിൻ്റെ സ്ട്രക്ചർ നോക്കാം. എങ്ങനെയാണിത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇല്ലുസ്ട്രേഷൻ ടെക്സ്റ്റ് ബുക്കിലെ ഇല്ലുസ്ട്രേഷൻ 1.2. അതിൽ നമുക്ക് ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പാർട്ടുകളാണ് ഇതിൽ കാണപ്പെടുന്നത്? എന്തൊക്കെയുണ്ട്? ഡെൻഡ്രൈറ്റ് ഉണ്ട്, ഡെൻഡ്രോൺ ഉണ്ട്, സെൽ ബോഡി ഉണ്ട്, പിന്നെയോ ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, പിന്നെ അതുകൂടാതെ ഷ്വാൻ സെൽസ് ഉണ്ട്. അത് നമുക്ക് പഠിക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻ നമുക്ക് നോക്കാം എന്താണ് എന്നുള്ള കാര്യം. നമുക്ക് ഈ ന്യൂറോണിൻ്റെ ഭാഗങ്ങളുടെ ഫങ്ഷൻസ് നോക്കാം, ഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഫസ്റ്റ് ഡെൻഡ്രൈറ്റ്. എന്താ ഡെൻഡ്രൈറ്റ്? ദ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. അതായത് നമുക്കറിയാം ഇതാണ് ഡെൻഡ്രോൺ അല്ലേ. ആ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസിന് പറയുന്ന പേരാണ്, അതായത് ഇവിടെ നിന്നുള്ള ബ്രാഞ്ചസ്, ചെറിയ ബ്രാഞ്ചസിന് പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ? പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. അതായത് ദ പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. അതായത് ഇതേപോലെ തന്നെ കുറേ ന്യൂറോൺസിൻ്റെ അടുത്തടുത്ത് ഉണ്ടാവും അല്ലേ, ഒരുപാട് ന്യൂറോൺസ് ഉണ്ടാവും. അപ്പം ഇത്തരത്തിലുള്ള ന്യൂറോൺസ് അടുത്തടുത്തുണ്ടാവും. അവിടെ നിന്നുള്ള ഇമ്പൾസസ്, അതായത് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. ഇതുപോലെ തന്നെ എന്തുണ്ടാവും? ഇവിടെയും ന്യൂറോൺസ് ഉണ്ടാവും. അവിടെ നിന്ന് ഇമ്പൾസസ് ഇവിടേക്ക് ഏത് ഭാഗത്തിലേക്ക് എത്തും? ഡെൻഡ്രൈറ്റിലേക്ക് എത്തും. അപ്പം അതാണ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. നെക്സ്റ്റ് വരുന്ന ഭാഗമാണ് ഇത് ഡെൻഡ്രോൺ അല്ലേ. എന്ത് ഡെൻഡ്രോൺ എന്ന് പറയുമ്പം? ഡെൻഡ്രോൺ ഈസ് എ ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. ഇതാണ് സെൽ ബോഡി, കോശശരീരം എന്ന് പറയും മലയാളത്തിൽ അല്ലേ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു പ്രൊജക്റ്റഡ് പാർട്ടാണ് ഇത് ഡെൻഡ്രോൺ, അതായത് ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി, ചെറിയൊരു ഫിലമെൻറ്റ് പോലെ. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ഡെൻഡ്രോൺ. എന്ത് ചെയ്യുന്നു ഇത്? കേരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. അതായത് ഇതാണ് ഡെൻഡ്രൈറ്റ് അല്ലേ. അപ്പം ഈ ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇമ്പൾസസ് എവിടേക്ക് എത്തും? കേരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇമ്പൾസസ് സെൽ ബോഡി, ഈ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഭാഗമാണിത് ഡെൻഡ്രോൺ.
നെക്സ്റ്റ് ഏതായിരിക്കും? നമുക്കറിയാം സെൽ ബോഡി അല്ലേ? ഇതാണ് സെൽ ബോഡി. നിങ്ങൾക്കറിയാം എന്താണ് സെൽ ബോഡി? സാധാരണ ഒരു സെല്ല് പോലെ തന്നെ സെൽ ബോഡി. അതിൽ ന്യൂക്ലിയസ് ഉണ്ടാവും, സൈറ്റോപ്ലാസം ഉണ്ടാവും, ന്യൂമറസ് സെൽ ഓർഗനൽസ് ഉണ്ടാവും, സെൽ മെംബ്രെയിൻ ഉണ്ടാവും. ഇതാണ് സെൽ മെംബ്രെയിൻ. നെക്സ്റ്റ് എന്ത് സംഭവിക്കുന്നത്? ഇമ്പൾസസ് ഇവിടെ എത്തി അല്ലേ? ഇവിടെ നിന്ന് സെൽ ബോഡിയിൽ നിന്ന്, ഇവിടെ സൈറ്റോപ്ലാസം ഉണ്ടല്ലേ, ഇവിടെ നിന്ന് സെൽ ബോഡിയിൽ നിന്ന്, ഇവിടെ അഡ്ജസൻറ്റ് ന്യൂറോണിൽ നിന്ന് ഇവിടെ എത്തി, ഇവിടെ നിന്ന് ഇമ്പൾസസ് ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണിലെത്തി, ഡെൻഡ്രോണിൽ നിന്ന് സെൽ ബോഡിയിലെത്തി, സെൽ ബോഡിയിൽ നിന്ന് നെക്സ്റ്റ് ഇവിടെ ഒരു ഇലോങ്ങേറ്റഡ് പാർട്ടുണ്ട്, അതായത് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു? ആക്സോൺ അല്ലേ? ഇതാണ് ആക്സോൺ. അതായത് ആക്സോൺ എന്താ ചെയ്യുന്നത്? ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. അതായത് സെൽ ബോഡിയിൽ നിന്നുള്ള ലോങ്ങസ്റ്റ് ഫിലമെൻറ്റിന് പറയുന്ന പേരാണിത്. എന്ത്? ആക്സോൺ. എന്ത് ചെയ്യുന്നു ഇത്? കേരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. അതായത് ഇവിടെ നിന്ന് ഇവിടെ എത്തിയ ഇമ്പൾസസിനാ, ആവേഗങ്ങളാ ഇതുവഴി വഹിച്ചു കൊണ്ടുവരും. അതായത് ഇമ്പൾസസ് ഫ്രം കേരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ഇവിടെ നിന്ന് ഇമ്പൾസസിനെ പുറത്തേക്ക് ക്യാരി ചെയ്യുന്ന ഭാഗമാണ് ഇത് ആക്സോൺ. ഇതാണ് ആക്സോൺ. നെക്സ്റ്റ് ഏതാ? ഇനി അടുത്ത ഭാഗമാണ് ഇത്. അതായത് ഇതാണ് ആക്സോൺ, നമുക്കറിയാം. ഈ ആക്സോണിൻ്റെ ബ്രാഞ്ചസിന് പറയുന്ന പേരാണ് ആക്സോണേറ്റ്. ഇതാണ് ആക്സോണേറ്റ് അല്ലേ? എന്താ വാട്ട് ഈസ് ദ ഫങ്ഷൻ ആക്സോണേറ്റ്? അതായത് ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ നമുക്കറിയാം. ഇതിൻ്റെ ബ്രാഞ്ചസ് ആണ് ഇത് ആക്സോണേറ്റ്. ഇതെന്ത് ചെയ്യുന്നു? കേരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. ഇവിടെ നിന്ന് ഇമ്പൾസസ്, ഇതാണ് സിനാപ്റ്റിക് നോബ്, ഒരു നോബ് ലൈക്ക് സ്ട്രക്ചർ, ശരി അല്ലേ? അപ്പം ഇതിലേക്ക് ഇമ്പൾസസിനെ കയറി ചെയ്യുന്ന ഭാഗമാണ് ഇത് ആക്സോണൈറ്റ് അല്ലേ? നെക്സ്റ്റ് നമുക്കപ്പോൾ എന്താണെന്ന് അറിയണം. എന്താണ് സിനാപ്റ്റിക് നോബ്? ഇവിടെ എത്തി, ഇതാണ് സിനാപ്റ്റിക് നോബ് അല്ലേ? അപ്പോൾ ഈ നോബ് ലൈക്ക് സ്ട്രക്ചർ ഒരു റൗണ്ടായിട്ട് കാണപ്പെടുന്നുണ്ട് ചെറിയതിൻ്റെ ടിപ്പിൽ, ആക്സോണൈറ്റിൻ്റെ ടിപ്പിൽ കാണപ്പെടുന്ന ഭാഗം, അതാണ് സിനാപ്റ്റിക് നോബ്. അപ്പോൾ ടിപ്പ് ഓഫ് ദ ആക്സോണൈറ്റ്, ഇതിൻ്റെ ടിപ്പിന് പറയുന്നത് അല്ലേ ഭാഗമാണ് ആക്സോണൈറ്റ്. എന്ത് ചെയ്യുന്നു ഇത്? സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇവിടെ നിന്ന് ന്യൂറോ നാഡീയ പ്രേഷകങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനാ നെക്സ്റ്റ് ഇതിലെ ഇങ്ങോട്ടേക്ക് സെക്രീറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇത് സിനാപ്റ്റിക് നോബ്. ഇത്ര മനസ്സിലായോ? പിന്നെ മുകളിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു മൈലിൻ ഷീത്ത്, ഷ്വാൻ സെൽസ്. എന്താ ഷ്വാൻ സെൽസ് എന്ന് പറഞ്ഞാൽ? അതായത് എൻസർക്കിൾ ദ ആക്സോൺ. ആക്സോണിൻ്റെ മുകളിൽ കാണുന്നില്ലേ? ഇതാണ് ഷ്വാൻ സെൽസ്. ഇത് എൻസർക്കിൾ ചുറ്റിയിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ഷ്വാൻ സെൽസ്. ഇത്രയൊക്കെയാണ് ഏതിൻ്റെ ഭാഗങ്ങൾ? ന്യൂറോണിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ അതിൻ്റെ ഫങ്ഷൻസ്. നാഡീകോശം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. നാഡീവ്യവസ്ഥയ്ക്ക് ഘടന നൽകുകയും അടിസ്ഥാന ധർമ്മം നിർവഹിക്കുകയും ചെയ്യുന്ന സവിശേഷ തരത്തിലുള്ള കോശമാണിവ. നാഡീകോശം അഥവാ ന്യൂറോണിന്റെ മുഖ്യഭാഗമാണ് കോശശരീരം. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചെറിയ തന്തുക്കളാണ് ഡെൻഡ്രോണുകൾ. ഇവയുടെ ശാഖകളെ ഡെൻഡ്രൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഡെൻഡ്രൈറ്റിൽ നിന്ന് സന്ദേശങ്ങൾ അഥവാ ആവേഗങ്ങൾ ഡെൻഡ്രോണിലൂടെ കോശശരീരത്തിലെത്തുന്നു. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ആക്സോണിന്റെ ശാഖകളെ ആക്സോണൈറ്റുകൾ എന്ന് വിളിക്കുന്നു. കോശശരീരത്തിൽ നിന്ന് സന്ദേശങ്ങൾ ആക്സോണിലൂടെ ആക്സോണൈറ്റുകളിൽ എത്തുന്നു. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റിലെത്തുന്ന സന്ദേശങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുന്നു. ഇവിടെ നിന്നുമാണ് നാഡീയ പ്രേഷകങ്ങൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ സ്രവിക്കുന്നത്. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന മറ്റൊരിനം കോശങ്ങളാണ് ഷ്വാൻ കോശങ്ങൾ. ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഷ്വാൻ കോശങ്ങൾ
ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്താണ് രൂപപ്പെടുന്നത്. ഷ്വാൻ കോശങ്ങളുടെ ആവർത്തിച്ചുള്ള വലയങ്ങൾ രൂപപ്പെടുത്തുന്ന സ്ഥലമാണ് മൈലിൻ ഷീത്ത്. മൈലിൻ എന്ന കൊഴുപ്പു നിറഞ്ഞ ഈ മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. ആക്സോണിന് പോഷക ഘടകങ്ങൾ നൽകുക, ഓക്സിജൻ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവയാണ് മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ. ആക്സോണിന് പോഷക ഘടകങ്ങൾ നൽകുക, ഓക്സിജൻ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ടീച്ചേഴ്സ് വേൾഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10th ബയോളജിയിലെ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിന് തുടർച്ചയായി, അതായത് ന്യൂറോണിനെ കുറിച്ചും, അതായത് നാഡീകോശങ്ങളെക്കുറിച്ചും അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, ഇതാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമുക്ക് ന്യൂറോണിനെ കുറിച്ച് നോക്കാം അല്ലേ. എന്താ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ? ന്യൂറോൺ ഓർ നെർവ് സെൽസ് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവ് സിസ്റ്റം. അതായത് നെർവ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാന ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റിന് പറയുന്ന പേരാണ് ന്യൂറോൺ അല്ലേ. അപ്പം നാഡീകോശത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയും, അതാണ് ന്യൂറോൺ. നമ്മളെ ശരീരത്തിൽ ഒരുപാട് ന്യൂറോൺ കാണപ്പെടുന്നുണ്ട് അല്ലേ. നമ്മളെ ബ്രെയിനിലായാലും സ്പൈനൽ കോഡിലായാലും നെർവിലായാലും, അതായത് നമുക്ക് മില്യൺസ് ഓഫ് കാണപ്പെടുന്നുണ്ട്, ന്യൂറോൺ കാണപ്പെടുന്നുണ്ട്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, അത്രയ്ക്ക് ന്യൂറോൺസ് കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ കൂടി ചേർന്നതാണ് ഇത് നമുക്കറിയാം നെർവ് സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം സാധാരണ നമ്മൾ ന്യൂറോൺ എന്ന് പറയുമ്പോൾ നെർവ് സെല്ലല്ലേ. അപ്പോൾ ആ സെല്ലും സാധാരണ സെല്ലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഒരു ഏകദേശം ലൈക്ക് ഓൾ അതർ സെൽസ്, ദ ന്യൂറോൺസ് ഹാസ് എ സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ദ ന്യൂക്ലിയസ്. അതായത് സാധാരണ ഒരു സെല്ലെടുത്ത് കഴിഞ്ഞാൽ, ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ അതിനെന്തൊക്കെയുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട് അല്ലേ. അതേപോലെ സൈറ്റോപ്ലാസം, കോശദ്രവ്യമുണ്ട്. പിന്നെ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, മർമ്മം എന്ന് പറയും ന്യൂക്ലിയസ്. ഇതൊക്കെ സാധാരണ സെല്ലിനുണ്ട്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് സ്ട്രക്ചറിൽ ഡിഫറെൻ്റ് ആണ് ഇത് ന്യൂറോൺ എന്ന് പറഞ്ഞ നെർവ് സെൽസ്. നമുക്കതിൻ്റെ സ്ട്രക്ചർ നോക്കാം. എങ്ങനെയാണിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇല്ലുസ്ട്രേഷൻ ടെക്സ്റ്റ് ബുക്കിലെ ഇല്ലുസ്ട്രേഷൻ 1.2 അതിൽ നമുക്ക് ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പാർട്ടുകളാണ് ഇതിൽ കാണപ്പെടുന്നത്? എന്തൊക്കെയുണ്ട്? ഡെൻഡ്രൈറ്റ് ഉണ്ട്, ഡെൻഡ്രോൺ ഉണ്ട്, സെൽ ബോഡി ഉണ്ട്, പിന്നെയോ ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, പിന്നെ അതുകൂടാതെ ഷ്വാൻ സെൽസ് ഉണ്ട്. അത് നമുക്ക് പഠിക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻ നമുക്ക് നോക്കാം എന്താണ് എന്നുള്ള കാര്യം. എന്താ ഡെൻഡ്രൈറ്റ്? ദ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. അതായത് നമുക്കറിയാം ഇതാണ് ഡെൻഡ്രോൺ അല്ലേ. ആ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസിന് പറയുന്ന പേരാണ്, അതായത് ഇവിടെ നിന്നുള്ള ബ്രാഞ്ചസ്, ചെറിയ ബ്രാഞ്ചസിന് പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ? പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. അതായത് ദ പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. അതായത് ഇതേപോലെ തന്നെ കുറേ ന്യൂറോൺസിൻ്റെ അടുത്തടുത്തുണ്ടാവും അല്ലേ, ഒരുപാട് ന്യൂറോൺസ് ഉണ്ടാവും. അപ്പം ഇത്തരത്തിലുള്ള ന്യൂറോൺസ് അടുത്തടുത്തുണ്ടാവും. അവിടെ നിന്നുള്ള ഇമ്പൾസസ്, അതായത് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. ഇതുപോലെ തന്നെ എന്തുണ്ടാവും? ഇവിടെയും ന്യൂറോൺസ് ഉണ്ടാവും. അവിടെ നിന്ന് ഇമ്പൾസസ് ഇവിടേക്ക് ഏത് ഭാഗത്തിലേക്ക് എത്തും? ഡെൻഡ്രൈറ്റിലേക്ക് എത്തും. അപ്പം
അതാണ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. നെക്സ്റ്റ് വരുന്ന ഭാഗമാണ് ഇത് ഡെൻഡ്രോൺ അല്ലേ. എന്ത് ഡെൻഡ്രോൺ എന്ന് പറയുമ്പം ഡെൻഡ്രോൺ ഈസ് എ ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. ഇതാണ് സെൽ ബോഡി, കോശശരീരം എന്ന് പറയും മലയാളത്തിൽ അല്ലേ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു പ്രൊജക്റ്റഡ് പാർട്ടാണ് ഇത് ഡെൻഡ്രോൺ, അതായത് ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി, ചെറിയൊരു ഫിലമെൻറ്റ് പോലെ. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ഡെൻഡ്രോൺ. എന്ത് ചെയ്യുന്നു ഇത്? കേരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. അതായത് ഇതാണ് ഡെൻഡ്രൈറ്റ് അല്ലേ. അപ്പം ഈ ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇമ്പൾസസ് എവിടേക്ക് എത്തും? കേരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇമ്പൾസസ് സെൽ ബോഡി ഈ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഭാഗമാണിത് ഡെൻഡ്രോൺ. നെക്സ്റ്റ് ഏതായിരിക്കും? നമുക്കറിയാം സെൽ ബോഡി അല്ലേ. ഇതാണ് സെൽ ബോഡി. നിങ്ങൾക്കറിയാം എന്താണ് സെൽ ബോഡി? സാധാരണ ഒരു സെല്ല് പോലെ തന്നെ സെൽ ബോഡി. അതിൽ ന്യൂക്ലിയസ് ഉണ്ടാവും, സൈറ്റോപ്ലാസം ഉണ്ടാവും, ന്യൂമറസ് സെൽ ഓർഗനൽസ് ഉണ്ടാവും, സെൽ മെംബ്രെയിൻ ഉണ്ടാവും. ഇതാണ് സെൽ മെംബ്രെയിൻ. നെക്സ്റ്റ് എന്ത് സംഭവിക്കുന്നത്? ഇമ്പൾസസ് ഇവിടെ എത്തി അല്ലേ. ഇവിടെ നിന്ന് സെൽ ബോഡിയിൽ നിന്ന്, ഇവിടെ സൈറ്റോപ്ലാസം ഉണ്ടല്ലേ, ഇവിടെ നിന്ന് സെൽ ബോഡിയിൽ നിന്ന്, ഇവിടെ നിന്ന് ഇവിടെ അഡ്ജസൻറ്റ് ന്യൂറോണിൽ നിന്ന് ഇവിടെ എത്തി, ഇവിടെ നിന്ന് ഇമ്പൾസസ് ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണിലെത്തി, ഡെൻഡ്രോണിൽ നിന്ന് സെൽ ബോഡിയിലെത്തി, സെൽ ബോഡിയിൽ നിന്ന് നെക്സ്റ്റ് ഇവിടെ ഒരു ഇലോങ്ങേറ്റഡ് പാർട്ടുണ്ട്, അതായത് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു? ആക്സോൺ അല്ലേ. ഇതാണ് ആക്സോൺ. അതായത് ആക്സോൺ എന്താ ചെയ്യുന്നത്? ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. അതായത് സെൽ ബോഡിയിൽ നിന്നുള്ള ലോങ്ങസ്റ്റ് ഫിലമെൻറ്റിന് പറയുന്ന പേരാണിത്. എന്ത്? ആക്സോൺ. എന്ത് ചെയ്യുന്നു ഇത്? കേരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. അതായത് ഇവിടെ നിന്ന് ഇവിടെ എത്തി ഇമ്പൾസസിനാ ആവേഗങ്ങളാ ഇതുവഴി വഹിച്ചു കൊണ്ടുവരും. അതായത് ഇമ്പൾസസ് ഫ്രം കേരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ഇവിടെ നിന്ന് ഇമ്പൾസസിനെ പുറത്തേക്ക് ക്യാരി ചെയ്യുന്ന ഭാഗമാണ് ഇത് ആക്സോൺ. ഇതാണ് ആക്സോൺ. നെക്സ്റ്റ് ഏതാ? ഇനി അടുത്ത ഭാഗമാണ് ഇത്. അതായത് ഇതാണ് ആക്സോൺ, നമുക്കറിയാം. ഈ ആക്സോണിൻ്റെ ബ്രാഞ്ചസിന് പറയുന്ന പേരാണ് ആക്സോണേറ്റ്. ഇതാണ് ആക്സോണേറ്റ് അല്ലേ. എന്താ വാട്ട് ഈസ് ദ ഫങ്ഷൻ ആക്സോണേറ്റ്? അതായത് ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ നമുക്കറിയാം. ഇതിൻ്റെ ബ്രാഞ്ചസ് ആണ് ഇത് ആക്സോണേറ്റ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? കേരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. ഇവിടെ നിന്ന് ഇമ്പൾസസ്, ഇതാണ് സിനാപ്റ്റിക് നോബ്, ഒരു നോബ് ലൈക്ക് സ്ട്രക്ചർ, ചെറിയ അല്ലേ. അപ്പം ഇതിലേക്ക് ഇമ്പൾസസിനെ കയറി ചെയ്യുന്ന ഭാഗമാണിത് ആക്സോണൈറ്റ് അല്ലേ. നെക്സ്റ്റ് നമുക്കപ്പോൾ എന്താണെന്ന് അറിയണം. എന്താണ് സിനാപ്റ്റിക് നോബ്? ഇവിടെ എത്തി, ഇതാണ് സിനാപ്റ്റിക് നോബ് അല്ലേ. അപ്പോൾ ഈ നോബ് ലൈക്ക് സ്ട്രക്ചർ ഒരു റൗണ്ടായിട്ട് കാണപ്പെടുന്നുണ്ട് ചെറിയതിൻ്റെ ടിപ്പിൽ, ആക്സോണൈറ്റിൻ്റെ ടിപ്പിൽ കാണപ്പെടുന്ന ഭാഗം, അതാണ് സിനാപ്റ്റിക് നോബ്. അപ്പോൾ ടിപ്പ് ഓഫ് ദ ആക്സോണൈറ്റ്, ഇതിൻ്റെ ടിപ്പിന് പറയുന്നത് അല്ലേ ഭാഗമാണ് ആക്സോണൈറ്റ്. എന്ത് ചെയ്യുന്നു ഇത്? സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇവിടെ നിന്ന് ന്യൂറോ നാഡീയ പ്രേഷകങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനാ നെക്സ്റ്റ് ഈ ഇങ്ങോട്ടേക്ക് സെക്രീറ്റ് ചെയ്യുന്ന ഭാഗമാണിത് സിനാപ്റ്റിക് നോബ്. ഇത്ര മനസ്സിലായോ? പിന്നെ മുകളിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു മൈലിൻ ഷീത്ത്, ഷ്വാൻ സെൽസ്. എന്താ ഷ്വാൻ സെൽസ് എന്ന് പറഞ്ഞാൽ? അതായത് എൻസർക്കിൾ ദ ആക്സോൺ. ആക്സോണിൻ്റെ മുകളിൽ കാണുന്നില്ലേ, ഇതാണ് ഷ്വാൻ സെൽസ്. ഇത് എൻസർക്കിൾ ചുറ്റിയിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ഷ്വാൻ സെൽസ്. ഇത്രയൊക്കെയാണ് ഏതിൻ്റെ ഭാഗങ്ങൾ? ന്യൂറോണിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ അതിൻ്റെ ഫങ്ഷൻസ്. നാഡീകോശം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. നാഡീവ്യവസ്ഥയ്ക്ക് ഘടന നൽകുകയും അടിസ്ഥാന ധർമ്മം നിർവഹിക്കുകയും ചെയ്യുന്ന സവിശേഷ തരത്തിലുള്ള കോശമാണിവ. നാഡീകോശം അഥവാ ന്യൂറോണിന്റെ മുഖ്യഭാഗമാണ് കോശശരീരം. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചെറിയ തന്തുക്കളാണ് ഡെൻഡ്രോണുകൾ. ഇവയുടെ ശാഖകളെ ഡെൻഡ്രൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഡെൻഡ്രൈറ്റിൽ നിന്ന് സന്ദേശങ്ങൾ അഥവാ
ആവേഗങ്ങൾ ഡ്രെൻഡോണിലൂടെ കോശശരീരത്തിലെത്തുന്നു. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ആക്സോണിന്റെ ശാഖകളെ ആക്സോണൈറ്റുകൾ എന്ന് വിളിക്കുന്നു. കോശശരീരത്തിൽ നിന്ന് സന്ദേശങ്ങൾ ആക്സോണിലൂടെ ആക്സോണൈറ്റുകളിൽ എത്തുന്നു. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റിലെത്തുന്ന സന്ദേശങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുന്നു. ഇവിടെ നിന്നുമാണ് നാഡീയ പ്രേഷകങ്ങൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ സ്രവിക്കുന്നത്. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന മറ്റൊരിനം കോശങ്ങളാണ് ഷ്വാൻ കോശങ്ങൾ. ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഷ്വാൻ കോശങ്ങൾ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്താണ് രൂപപ്പെടുന്നത്. ഷ്വാൻ കോശങ്ങളുടെ ആവർത്തിച്ചുള്ള വലയങ്ങൾ രൂപപ്പെടുത്തുന്ന സ്ഥലമാണ് മൈലിൻ ഷീത്ത്. മൈലിൻ എന്ന കൊഴുപ്പു നിറഞ്ഞ ഈ മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. ആക്സോണിന് പോഷക ഘടകങ്ങൾ നൽകുക, ഓക്സിജൻ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവയാണ് മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ. ആക്സോണിന് പോഷക ഘടകങ്ങൾ നൽകുക, ഓക്സിജൻ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. നമ്മൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചറും അതുപോലെ ഇതിൻ്റെ പാർട്സുകളുടെ ഫങ്ഷൻസും സിമിലാരിറ്റീസും ഒക്കെ നമ്മൾ നോക്കി അല്ലേ. നെക്സ്റ്റ് ദ ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീത്ത്. എങ്ങനെയാണ് മൈലിൻ ഷീത്തിൻ്റെ ഇവിടെ രൂപീകരണം, ഫോർമേഷൻ നടക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പം ന്യൂറോണിൻ്റെ നമ്മൾ പാർട്സുകൾ പഠിക്കുമ്പം ഇവിടെ നമ്മൾ വേറൊരു ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു? ഷ്വാൻ സെൽസ്. എന്താ ഷ്വാൻ സെൽസ് എന്ന് പറഞ്ഞാൽ എൻസർക്കിൾ ദ ആക്സോൺ. അത് സെല്ലാം നമുക്ക് മനസ്സിലായി അല്ലേ. എൻസർക്കിൾ ദ ആക്സോൺ. എന്താ എൻസർക്കിൾ എന്ന് പറയുമ്പം? അതായത് ഈ ഭാഗമാണ് ആക്സോൺ അല്ലേ, ഇമ്പൾസസ് ക്യാരി ചെയ്യുന്ന ഭാഗം. ഇതിനാ എൻസർക്കിൾ ചെയ്യുക. എൻസർക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിയിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഇത്. ഇങ്ങനെ ചുറ്റി കാണപ്പെടുന്ന സെല്ലാണ് ഷ്വാൻ സെൽസ്. അപ്പം ഇവിടെ മൈലിൻ ഷീത്തിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? നമുക്ക് ഇവിടെ ഒന്ന് വായിച്ചു നോക്കാം. Axon of most of the neurons are repeatedly encircled by mylin, a membrane containing lipid. This is called mylin sheath. മൈലിൻ ഷീത്ത് അല്ലേ. അപ്പോൾ അതായത് നമുക്കറിയാം ഇവിടെ എൻസർക്കിൾ ചെയ്തിട്ട് സെല്ല് കാണപ്പെടുന്നുണ്ട്. ഇതൊരു മൈലിൻ മെംബ്രെയിനാണ്. അതിൽ ലിപ്പിഡ് ഉണ്ട്. ലിപ്പിഡ് എന്ന് പറയുമ്പോൾ കൊഴുപ്പടങ്ങിയ ഒരു മെംബ്രെയിനാണ്. അതാണ് ഏത്? മൈലിൻ ഷീത്ത്. അനലൈസ് ഇല്ലുസ്ട്രേഷൻ ടെക്സ്റ്റ് ബുക്കിലെ 1.3 നമുക്ക് നോക്കാം അല്ലേ. ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീത്ത്. അപ്പം നമുക്കറിയാം ഇതെന്തായിരിക്കും? ഇത് ആക്സോൺ, അതായത് ഇമ്പൾസസ് ക്യാരി ചെയ്യുന്ന ഭാഗം അല്ലേ, ആക്സോൺ. അതിന് ചുറ്റി എൻസർക്കിൾ ചെയ്ത സെല്ലുണ്ട് അല്ലേ. ഒരു മൈലിൻ മെംബ്രെയിൻ ഉണ്ട്, ലിപ്പിഡ് അടങ്ങിയ. ആ ഭാഗമാണ് ഇത് മൈലിൻ ഷീത്ത്. ഇത് കൂടിച്ചേർന്ന ഷ്വാൻ സെൽ. ഇവിടെ പറയുന്ന നെക്സ്റ്റ് ഒലിഗോ ഡെൻഡ്രോസൈറ്റാണ്. നമുക്കതെന്നാണെന്ന് നോക്കാം. ഇവിടെ നോക്കാം. നെർവ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. നെർവ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ആണ് ഇത് നെർവ്. മൈലിൻ ഷീത്ത് ഇൻ ദ നെർവ്സ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ്. അതായത് പൊതുവെ നെർവിലാണ് കാണപ്പെടുന്നത്. മൈലിൻ ഷീത്ത് ഇൻ ദ നെർവ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ്. മൈലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ കണ്ടിട്ടുണ്ട് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ്. ഇത് പൊതുവെ ഏത് ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്? ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. മറ്റേതിലോ മൈലിൻ ഷീത്ത് ഇൻ ദ നെർവ്സ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ്. നെർവിൽ കാണപ്പെടുന്നതാണ് ഷ്വാൻ സെൽസ് അല്ലേ. ഈ ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ് പൊതുവെ ഏത് ഭാഗങ്ങളിലാണ്? ബ്രെയിനിലും അതുപോലെ സ്പൈനൽ കോഡിലും കാണപ്പെടുന്നു.
ദ മൈലിൻ ഷീത്ത് ഹാസ് എ ഷൈനി വൈറ്റ് കളർ. പൊതുവെ മൈലിൻ ഷീത്തിൻ്റെ കളറ് ആ തിളങ്ങുന്ന വെള്ള നിറായിരിക്കും. മൈലിൻ ഷീത്ത് ഹാസ് ഷൈനി വൈറ്റ് കളർ. ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് വേർ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഇൻ അബൻഡൻസ് ഇൻ കോൾഡ് വൈറ്റ് മാറ്റർ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്കറിയാം ബ്രെയിനിലും സ്പൈനൽ കോഡിലൊക്കെ ധാരാളമായി എന്ത് കാണപ്പെടുന്നുണ്ട്? മൈലിൻ ഷീത്ത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കളറ് നമുക്കറിയാം എന്തായിരുന്നു? ഷൈനി വൈറ്റ് കളർ. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഇൻ അബൻഡൻസ് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ. വൈറ്റ് മാറ്റർ നമ്മൾ പറയും. ആൻഡ് ദ പാർട്ട് where non-myelinated nerve cells are present is called grey matter. അതായത് ഈ മൈലിൻ ഷീത്ത് കാണപ്പെടാത്ത ഭാഗം പൊതുവെ എന്ത് ഗ്രേ കളറായിരിക്കും അല്ലേ? ഏകദേശം ചാര നിറത്തിൽ. അതിനെ നമ്മൾ പൊതുവെ പറയും ഗ്രേ മാറ്റർ. നെക്സ്റ്റ് നമുക്ക് മേജർ ഫങ്ഷൻ, അതായത് ഇതിൻ്റെ ക്യാരക്ടറും ഫങ്ഷൻസൊക്കെ നമ്മളിപ്പം പഠിക്കുന്നത് അല്ലേ മൈലിൻ ഷീത്തിൻ്റെ. അപ്പം ദ മേജർ ഫങ്ഷൻ ഓഫ് ദ മൈലിൻ ഷീത്ത് ആർ to provide nutrients and oxygen to the axon. മെയിൻ ഫങ്ഷൻ എന്താണ്? ആക്സോണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടത് ഇവിടെ. അതായത് ഈ ആക്സോണിന് എന്ത് കൊടുക്കുന്നുണ്ട്? ന്യൂട്രിയൻസും അതുപോലെ ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? മൈലിൻ ഷീത്താണ്. ഇതാണ് അല്ലേ മൈലിൻ ഷീത്ത്. പിന്നെ എന്ത് പറയുന്നു? ആക്സിലറേറ്റ് ഇംപൾസസ്. അതായത് ഇതുവഴി നമുക്കറിയാം ഇംപൾസസ് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടെന്ന് അല്ലേ? ആക്സിലറേറ്റ് ചെയ്യുക, അതായത് ഇംപൾസസിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ഭാഗം കൂടിയാണ് ഇത് മൈലിൻ ഷീത്ത്. നെക്സ്റ്റ് എന്താണ് അടുത്ത പറയുന്നത്? എന്താ? ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ, ഒരു കവറിങ് ആയിട്ട് അല്ലേ, ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് ആര് വർക്ക് ചെയ്യുന്നുണ്ട്? മൈലിൻ ഷീത്ത്. ആൻഡ് പ്രൊട്ടക്റ്റ് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. അതുപോലെ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഷോക്ക് അപകടങ്ങളിൽ നിന്ന് ആരെ സംരക്ഷിക്കുന്നുണ്ട്? ആക്സോണ സംരക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആരുടെ ഫങ്ഷൻ? മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയൊക്കെയാണ് ഏതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? മൈലിൻ ഷീത്തിനെ കുറിച്ച് പറയാനുള്ളത്. ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ശ്വാൻ കോശങ്ങൾ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്താണ് രൂപപ്പെടുന്നത്. ശ്വാൻ കോശങ്ങളുടെ ആവർത്തിച്ചുള്ള വലയങ്ങൾ രൂപപ്പെടുത്തുന്ന സ്ഥലമാണ് മൈലിൻ ഷീത്ത്. മൈലിൻ എന്ന കൊഴുപ്പു നിറഞ്ഞ ഈ മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. ആക്സോണിന് പോഷക ഘടകങ്ങൾ നൽകുക, ഓക്സിജൻ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവയാണ് മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ. ആക്സോണിന് പോഷക ഘടകങ്ങൾ നൽകുക, ഓക്സിജൻ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് ഷ്വാൻ സെൽസ് എന്താ നോക്കാം. ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് ഷ്വാൻ സെൽസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ന്യൂറോൺ. നമുക്കറിയാം ഒലിഗോഡെൻഡ്രോസൈറ്റും ഷ്വാൻ സെൽസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നല്ലേ, അതായത് ന്യൂറോൺസിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ആൻഡ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് കൺസ്ട്രക്ട് മൈലിൻ ഷീത്ത് ബൈ കവറിങ് ദ ഡിഫറെൻറ്റ് ആക്സോൺ. അതായത് വ്യത്യസ്തമായ ആക്സോണിനെ കവർ ചെയ്തിട്ടോ അതുപോലെ തന്നെ സിമിൾട്ടേനിയസ്ലി ഓർ ബൈ കവറിങ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സെയിം ആക്സോൺ റിപ്പീറ്റഡ്ലി. ഒരേ സമയം തന്നെ ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ കവർ ചെയ്തിട്ടോ ഏത് കാണപ്പെടുന്നുണ്ട്? ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് കാണപ്പെടുന്നുണ്ട് അല്ലേ. പിന്നെ എന്താ പറയുന്നത് ഇവിടെ? മൈലിൻ ഷീത്ത് മെയ്ഡപ്പ് ഓഫ് ഷ്വാൻ സെൽസ് അല്ലേ. മൈലിൻ ഷീത്ത് മെയ്ഡപ്പ് ഓഫ് ഷ്വാൻ സെൽസ് കൊണ്ടാണ് ഏത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? മൈലിൻ ഷീത്ത് ആർ സീൻ ഇൻ ദ ആക്സോണിൻ നെർവ് അല്ലേ. എ ഷ്വാൻ സെൽസ് എൻസർക്കിൾ ദ ആക്സോൺ റിപ്പീറ്റഡ്ലി. അതുപോലെ തന്നെ എ ഷ്വാൻ സെൽസ് എൻസർക്കിൾ ദ ആക്സോൺ റിപ്പീറ്റഡ്ലി. ഷ്വാൻ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്സോണിനെ
ചുറ്റി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഷ്വാൻസെൽസ് എൻസർക്കിൾ ദ ആക്സോൺ റിപ്പീറ്റഡ്ലി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടാണ് ഏത് കാണപ്പെടുന്നത്, ഷ്വാൻസെൽസ് കാണപ്പെടുന്നത്.